നമുക്ക് റാങ്ക് ഫസ്റ്റ് കിട്ടേണ്ടത് ഖൈറുന്നാസി എന്ന് പറയുന്നത് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. ഭാര്യ നിങ്ങളെ കുറിച്ച് റാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് സക്സീഡ്, നിങ്ങൾ വിജയിച്ചു. ഞാൻ വെറുതെ ഡയലോഗല്ല, വാന ഖിയാറുക്കും ലി അഹ്ലി, നിങ്ങൾ എൻ്റെ ഭാര്യനോട് പോയി ചോദിച്ചു നോക്ക് എന്ന് പറയേണ്ടത്. തങ്ങൾ ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിനോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സ്റ്റൈൽ എന്ന്. ഇനി പറയാൻ പോകുന്ന ആശയത്തിന്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ, മുദരിസ്, ഖാലി, ഖത്തീബ്, സംഘടനാ ലീഡർ, പ്രിൻസിപ്പൽ, ഡയറക്ടർ ആൻഡ് പോസ്റ്റുകളെല്ലാത്തിൻ്റെ കോട്ടും മുറ്റത്തഴിച്ചു വെച്ചിട്ടാണ് വീട്ടിലേക്ക് കയറേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പച്ച മനുഷ്യനായിട്ടാണ് തങ്ങളുടെ ജീവിതം. ഇപ്പോൾ ഒരു 10 ആൾ ഇവിടെ ഇരുത്തിയിട്ട് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഓരോരാൾ എന്താ പറയല്? ഒരാളോട് ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ എന്താ പറയല്? സാധാരണ അല്ല, ഞാൻ സാധാരണത്വത്തിൽ അനിതര സാധാരണത്വം ബോധ്യപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കും. ഞാൻ 2004 SSLC എഴുതുമ്പോൾ, അല്ലെങ്കിൽ SSLCയിൽ ഫുള്ള്, ഈ SSLCയിൽ ഫുൾ A+ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം വെട്ടാനാണ്. ഞാൻ ഒരേ പോലെ ഒന്നല്ല, ഞാൻ പല ബുജിയാണ്. +2 സയൻസ് ബയോളജി പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ആളെ പോലെല്ലാം. പിന്നെ ഡിഗ്രി ഞാൻ BA ഇംഗ്ലീഷാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ലോക്കൽ ഏതെങ്കിലും ഡിഗ്രി എല്ലാം. PG MPhil, പിന്നെ ചെച്ചനിയിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു, മൊറോക്കയിൽ 8 കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പം PhD കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ജോർജിയയിൽ 3 കൊല്ലം എന്നാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു സംഘാടകൻ എന്നെ കൂട്ടാൻ വന്നു, തിരൂരോ കോഴിക്കോട്. ഉസ്താദ് നേരത്തെ ഇറങ്ങിയോ? ബ്ലോക്കിൽ കുടുങ്ങിപ്പോയി. ഞാൻ നേരത്തെ ഇറങ്ങിയോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ പറയൽ അങ്ങനെയൊന്നുമല്ല, ഒന്ന് പറഞ്ഞാലേ എനിക്ക് റാഹത്താവുള്ളൂ. എന്താ പറയൽ? ഞാൻ 4:30 വന്നേ ഭാരതിൽ പറഞ്ഞു. ഈ അണ്ടകടാഹാട പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെ ലോക്കൽ എഗ്മോർ, പരശു, ഏറനാടിനൊന്നുമല്ല എൻ്റെ സഞ്ചാരം. എഗ്മോറിലാണ്, അല്ല ഏറനാടിലല്ല, മറിച്ച് വർത്താനം വന്നേ ഭാരതിലാണെന്നല്ല. അതുകൊണ്ടാണ് ചിലർ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ചിലപ്പം കട്ടാക്കിയിട്ട് പറയും, ഞാൻ ഷെയ്ഖുന ഉസ്താദിൻ്റെ അടുത്തുള്ളത് കുറച്ചതിൻ്റെ വിളിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മുക്കിരി ഉസ്താദിൻ്റെ പേരൊന്നല്ല, ഞാൻ വേറെ ലെവലാണ്. അപ്പോഴും റസൂൽ എന്താ പറയലെന്ന് പറഞ്ഞാൽ, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. കേട്ടാ, പച്ച മനുഷ്യനായിട്ട് ജീവിക്കണം നമുക്ക്. അതാ നമ്മൾ പഠിക്കേണ്ടത്. കുൽ ഇന്നമാ അന ബശറുൻ. തങ്ങളെന്താ താഴെ ഇരിക്കണത്? അജിലിസു കമാ യജിലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം, അത്രക്ക് മതി. തങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണ തിന്നുന്നത്? ആക്കുലു കമാ യഅകുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നോളാം, മതി. അന അബ്ദുൽ, ഞാനൊരടിമയാ. ഈ അടിമ എന്ന പ്രയോഗമാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നതുകൊണ്ടാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സംഭവങ്ങൾ പറയുമ്പോൾ അള്ളാഹു ആ പ്രയോഗം തന്നെ സെലക്ട് ചെയ്തത്. ഓരോരാൾക്ക് അനുസരിച്ചിട്ടുള്ള മൊമെന്റോ അല്ലേ കൊടുക്കേണ്ടത്, അല്ലേ? റസൂലുള്ളാഹിനെ പറ്റിയിട്ട് പറയുന്ന, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ് ഇസ്റാവും മിറാജും. അത് 2നെ കുറിച്ച് പറയുമ്പോഴും സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ഇൻ മിറാജ് വൗഹ ഇല അബ്ദിഹി മാ ഔഹ. കണ്ടോ, അത് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പറയാൻ. എടാ, വെറുതെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരാളോട് ചോദിച്ചു നോക്കിയേ, എന്താ പഠിച്ചത്? നമുക്കൊരു മനുഷ്യനാവാൻ കഴിയണം, ഒരു മനുഷ്യൻ. അതാണ് തങ്ങൾ പഠിപ്പിച്ചു തരുന്ന കുടുംബജീവിതം. 3-ാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ പറയട്ടെ എന്തായിരുന്നു അവിടുത്തെ ജീവിതം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 10 അനുഭവങ്ങൾ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തിയാൽ അടുക്കള പണിയിലൊക്കെ സഹായിക്കും, തിന്നിട്ടല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നബി തങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാർക്ക് പണി കുറവാണ്. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ചില ഖബർ മഹദൂഫായിരിക്കും, മിണ്ടണ്ട. പാത്രം കഴുകിത്തരും, ബക്കറ്റ് ശരിയാക്കും, ചെരുപ്പ് തുന്നും. അതിൻ്റെ അപ്പുറമൊന്നും ഒരു മനുഷ്യന് ചെയ്യാൻ ഇനിയില്ല. ചെരുപ്പ് തുന്നുക, അതിൻ്റെ അപ്പുറമല്ല എന്താ ചെയ്യേണ്ടത്? ആരാ നമ്മളെ ലീഡർ? 90,000 മൊയ്ജിസത്ത് ഈ ദുനിയാവൊന്ന് കാണിച്ചെന്നാളാ. ഒരു ഈന്തപ്പന മരം അവിടുന്ന് നട്ടിട്ട് കൈ എടുക്കുമ്പോഴേക്ക് ആ ഈന്തപ്പന മരത്തിൽ മുഴുവൻ ഈത്തപ്പഴം പൂത്തുലന്നിട്ടുണ്ട്. ജൂൺ 5 തന്നെ, ജൂൺ 6 ആ കൈൻ്റെ മൊയ്ജിസത്ത് എന്തായിരിക്കും? പിന്നെ
എന്താ പറയാ, കഷണ്ടി പിടിച്ച് തലമുടിയില്ലാത്ത ഒരാളുടെ തലയിൽ തങ്ങൾ കൈവച്ചു, എടുത്തു, അപ്പോഴേക്ക് തലമുടി ഫുള്ള്. ഭ്രാന്തുള്ള ഒരാളുടെ കൈക്ക് നെഞ്ചിൽ തങ്ങൾ തടവി, അപ്പോഴേക്ക് ഭ്രാന്ത് മാറി. റസൂലുള്ളാഹിന്റെ ഓരോ അവയവത്തിനെ കുറിച്ച് മാത്രം മുഅ്ജിസത്ത് പറയുന്ന കിതാബുണ്ട് ഇബ്നു ദഹിയ തങ്ങൾക്ക്. കം അബ്റഅതു വസുബൻ ബില്ലം സിറാഹതുഹു വതലക തരിബൻ മിൻ ദിബകത്തിൽ ലമമി. ഏതാ ലീഡർ? എന്നാലും പച്ച ജീവിതം അവിടുത്തെ ജീവിതം. ഭാര്യ പറയുന്നുണ്ട, എനിക്ക് മുറ്റത്തിറങ്ങിയിട്ട് ആയിഷ ബീവി പറയാ, ആടിനെ കറന്നേരം അള്ളാഹിനെ കണ്ട നേതാവ്, അർശും ലോഹും കുർസിയും കീഴടക്കിയ നേതാവ്, എനിക്ക് ആടിനെ കറന്നേരും. എന്നിട്ട് പാല എന്നോട് കുടിക്കാൻ പറയൂ, ഐഷു എന്നാ വിളിക്കല, ഐഷു. ഓർമ്മപ്പെടുത്തുന്നു, കൊയമ്പേ കൊരങ്ങേന്നല്ല വിളിക്കല് എന്ന് മലയാളം. കേൾക്കുന്നുണ്ടാ പറയുന്നത്? പറയട്ടെ, ആയിഷ ബീവിയുടെ 10 അനുഭവങ്ങൾ. 1, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖല ബിനിസാഇഹി അല്യനന്നാസ് വഅക്രമന്നാസ് ലഹാകൻ ബസ്സാമൻ. ഭാര്യമാര് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ റസൂൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ആവലാണ് സുന്നത്ത്. ഭാര്യമാര് മാത്രമാണ് ഉള്ളത് എങ്കിൽ എന്ന പ്രയോഗത്തിന് 2 താല്പര്യമുണ്ട്. ഒന്ന്, ആൾക്കാർ മുമ്പിൽ എൻ്റെ ഭാര്യയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് തെളിയിക്കുന്ന ഒന്നും ഇൻസ്റ്റയിലും സ്റ്റാറ്റസിലും പോസ്റ്റ് ചെയ്തത് എന്നാണ്. ഹാഫ് ബറ്ററിൻ്റെ ചിക്കൻ, ഹാഫ് ബറ്ററിൻ്റെ ഗാലക്സി ഒന്നും നാട്ടുകാരെ കാണിക്കണ്ട. നിന്റെ ബന്ധത്തിന് വിഘാതം ഉണ്ടാവാൻ കണ്ണ് അറിഞ്ഞ അതൊരു സാധ്യത ഉണ്ട്. രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകിട്ട് വരുന്നതെങ്കിൽ ഉറങ്ങുന്നവർക്ക് പ്രയാസമില്ലാതെയും ഉണർന്നിരിക്കുന്നവർക്ക് കേൾക്കുന്ന രീതിയിലും സലാം പറയും. അസ്സലാമു അലൈക്കും. ആയിഷ്, എന്തായിരിക്കും ആ വീടല്ലേ? വീട് ചെറുതാണെങ്കിലും സ്നേഹം വലുതാ ആ വീട്ടില്. എന്തായിരിക്കും ആ വീട്? കളി തമാശകളിൽ ഏർപ്പെടും, അവരുടെ തമാശകളിൽ ചിരിക്കും. ഭാര്യമാര് തമ്മിൽ തമാശക്ക് പറയുമ്പോൾ അവിടുന്ന് ചിരിക്കും. 2, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അസ്ഹാബിഹി വഅസ്വാജിഹി കവാഹിദിൻ മിൻഹും. അവരിൽ ഒരാളായി തങ്ങൾ ജീവിക്കും, വേർതിരിവ് കാണിക്കൂല. ഞാൻ വേറെ ലെവലാന്ന് തെളിയിക്കുന്ന നേരത്തെ കുറച്ച് ഡയലോഗ് പറഞ്ഞില്ലേ, അതൊന്നും ഉണ്ടാവില്ല. അവരിൽ ഒരാളായി ജീവിക്കും, ഒന്നിച്ച് ഫുഡ് കഴിക്കും. കുട്ടികളൊക്കെ ഒന്നിച്ചിരുത്തി ഫുഡ് കഴിക്കും. ചില ആൾക്കാർ പറയും, പിള്ളേർപ്പുറം ഫുഡ് കഴിക്കും, ശരിയാവില്ല, കന്തൂറക്കെല്ലാം. ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഇപ്പം ജനിച്ചു പോയതാണ് സത്യത്തിൽ. അയാൾ അന്ന് ജനിക്കേണ്ടതായിരുന്നു. ആ കാലഘട്ടത്തിൽ റസൂലിനെ തിരുത്തിയതായിരുന്നു. കുട്ടികളെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട്, തങ്ങൾ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു, വേർതിരിവ് കാണിക്കാതെ. നേരത്തെ ഷാഫി സക്കാഫി ഉസ്താദ് ലാസ്റ്റ് കൊണ്ടുവന്നൊരു ഹദീസ് കണ്ടിട്ടില്ലേ, ഒരു ചരിത്രം. ശരിക്കും വിറക് ശേഖരിക്കലല്ലേ ഏറ്റവും റിസ്ക് ഉള്ള പണി. അറവ് ആടിന് ഇടുന്ന തന്നെ ഇറക്കാം, മാംസം ഇടുന്ന തന്നെ പീസാക്കുകയും ചെയ്യാം, ഫുഡ് ഇടുന്ന തന്നെ ആക്കാം. വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോകണം. കാട്ടിൽ വേറെ ആപ്പൊന്നുമില്ല നെക്കിയിട്ട് വിറക് വരാൻ. കഷ്ടപ്പെട്ടിട്ട് വിറകുണ്ടാക്കണം. അത് തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു റിസ്ക് നോക്കിയേ. എന്താണല്ലേ അവിടുത്തെ ഒരു ജീവിതം? ഒരു നല്ല രസമാണ് അവിടുത്തെ ജീവിതം കേൾക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളോട് ഞാൻ പറയണം, മൗലിദൊക്കെ നമ്മൾ ചെല്ലണം, ബൈത്തൊക്കെ കുറേ ചെല്ലണം, ശരി തന്നെ. ഭക്ഷണമൊക്കെ വിതരണം ചെയ്യണം, അതൊക്കെ കൂലിയുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്താണ് റസൂലുള്ളാഹിനെ പഠിക്കൽ. അതിനേക്കാൾ കൂലിയൊന്നും വേറൊരു സംഗതിക്കും കിട്ടണമെന്നില്ല. അത് നമ്മളിൽ ഇല്ലാതെ പോകരുത്. ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് എന്തൊക്കെ പഠിക്കാം നമുക്ക്. ഏറ്റവും ചുരുക്കം നിങ്ങൾ മങ്കൂസ് മൗലിദിന്റെ അർത്ഥമെങ്കിലും പഠിച്ചു നോക്കിയേ. വമിനൽ യസീരി സഖാവതു അമ ജൈശഹു. കുറേ ആൾക്കുള്ള ഭക്ഷണം ഇവിടെ ഇല്ല. ഒരാൾക്ക് തന്നെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനില്ല, ഒരാൾക്ക് തന്നെ കുടിക്കാനുള്ള വെള്ളമില്ല. അപ്പോഴാണ് തോൽപാത്രത്തിൽ കൈവച്ചിട്ട് ആ കൈവെള്ളൻ്റെ ഉള്ളിലൂടെ വെള്ളം വരുന്നത്. 1500 ആൾ വെള്ളം കുടിച്ചു, കുളിച്ചു, ബാക്കി മിച്ചം ശേഖരിച്ചു, എന്നിട്ടും വെള്ളം അവിടെ ബാക്കി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൽബ് പൊട്ടിപ്പോലെ ഇല്ലേ? റസൂൽ വേർതിരിവൊന്നും കാണിക്കൂല. ആ മുഅ്ജിസത്ത് കാണിക്കുമ്പോഴും ഇപ്പൊ ഖന്തക്ക് യുദ്ധത്തിനിടയിൽ തങ്ങളുടെ വയറ്റിന് 2 കല്ല് കേണ്ടപ്പോൾ ജാഫർലാനുവിന് കരച്ചിൽ വന്ന്. ഈ തങ്ങൾ റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ ഇല്ലായ്മ ആരും അറിയിക്കൂല. ഇല്ലായ്മ ആരും അറിയിക്കൂല എന്നർത്ഥം. അങ്ങനെ അറിയിക്കൂല. തങ്ങൾ ഈ കല്ല് കെട്ടിയതൊന്നും ഒരാളും അറിയൂല. അത് ആരാ അറിയലെന്ന് വെച്ചാൽ, രാത്രി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഉയർത്തിയിട്ട് കല്ല് മാറ്റി വെച്ചിട്ട് തങ്ങൾ കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം കല്ല് വയറ്റിന് കെട്ടിയിട്ട് നടക്കാം, നിൽക്കാം, കിടക്കാൻ പറ്റൂല, വയറുവേദനിക്കും. അത് അവിടെ മാറ്റി വെക്കുമ്പോൾ
വയറുവേദന രാത്രി വരും. ആ രാത്രി വിശപ്പുണ്ട്, രാത്രിക്ക് വയറുവേദന വരുമ്പോൾ ആയിഷ ബീവി ആ തടവി കൊടുക്കലും പാതിരാക്ക്. ഈ തങ്ങളുടെ വേദന ആരെങ്കിലും എങ്ങനെയെങ്കിലും കണ്ടുപോയാലാണ് ഈ സഹായങ്ങളൊക്കെ ഉണ്ടാവല്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഫുഡാക്കിയിട്ടുണ്ട്, ഒരു 2-3 ആൾക്ക് കൂടിപ്പോയാൽ ഒരു 4 ആൾക്ക്, തങ്ങൾ അധികം ആളെയൊന്നും വിളിച്ചിട്ട് കൊളാക്കരുത്. അപ്പൊ തങ്ങൾക്ക് വേണമെങ്കിൽ ആ കർട്ടന്റെ വേക്കിലേക്ക് കൂടി വേഗം പോയിട്ട് ഷവർമ 2 അടിച്ചിട്ട് ആക്കിയിട്ട് ട്യൂഷനൊക്കെ അങ്ങനെയൊക്കെ ആക്കാണെങ്കിൽ. പക്ഷെ റസൂൽ 80 മക്കളെ അങ്ങനെ ഒറ്റക്ക് തിന്നുന്ന പരിപാടിയൊന്നും ആ നേതാവിന് അറിയില്ല. ആ നേതാവിന് ഇല്ലല്ലോ, അതില്ല. നമുക്കിപ്പോ ഒരു പരിപാടിക്ക് സമ്മേളനത്തിന് പോയിട്ട് VVIP ഫുഡിൻ്റെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ആടുത്ത ബിരിയാണി തന്നെ വേറെ പ്ലേറ്റ് കൊണ്ടുവരും, പിന്നെ കുറച്ച് കൽക്കണ്ടി തേങ്ങപ്പൂളും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതാ വലിയ സംഭവം. അതിനാ നമ്മൾ സംഭവമായിട്ട് നടക്കുന്നത്. ഒരു പേര് നോട്ടീസിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. സത്യത്തിൽ ഒരു ആചാര്യയുടെ പേര് നോട്ടീസിൽ വന്നു എന്ന് വിചാരിക്കുക. ഇതൊരു മിക്സ്ഡ് കാലമാണ്, വേനലുമാണ് മഴയാണ്. വേനൽക്കാലത്താണ് ആ നിബന്ധനത്തിൻ്റെ നോട്ടീസ് ഒട്ടിച്ചെങ്കിൽ ഒരു പശുവാറ്റം വന്നിട്ട് ഹാജി എന്നിട്ട് കടിച്ചു പോകും. മഴയാണെങ്കിൽ ഉതിർന്നു പോകും ചെയ്യും. ഇതിനാണോ വല്ല സമര പോരാട്ടത്തിന് ഇറങ്ങിയത്? എൻ്റെ പേര് നോട്ടീസിലില്ല എന്നിട്ട് ഒന്ന് നല്ല മനുഷ്യനാവൂ. നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വേർതിരിവ് കാണിക്കൂല. അവിടുന്ന് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. അവിടുത്തെ ഒരു ഇടപെടലൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുനിന്ന് ഇങ്ങനെ യാചന നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്വഹാബിനോട് ചോദിച്ചു, ഒരു സോഷ്യൽ ആക്ടിവിസം തെളിയുന്ന ഒരു ലോകമാണ്. മോൻ്റെ വീട്ടിൽ എന്താ ഉള്ളത്? ഒരു പുതപ്പും ഒരു തോൽപാത്രം ഉണ്ട്, എടുത്തിട്ട് വരുന്നു. എടുത്തു വന്നു. നമ്മളെല്ലാ കാലത്തും ഈ ഫുഡ് കൊടുക്കലെന്നെ ആക്കരുത്. അവരെയും ഫുഡ് കൊടുക്കുന്നിടത്തേക്ക് എത്തിക്കാണ് വേണ്ടത്. അതാണ് ഒരു സോഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. എപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വിളിച്ച് ഈ തോൽപാത്രവും പുതപ്പും ആരാ വിലക്ക് വാങ്ങാം? 1 ദിർഹം. ബാർഗിൻ ചെയ്യാലോ. 2 ദിർഹം. ഓക്കെ, കൊടുക്കും. ആ 2 ദിർഹം വാങ്ങിയിട്ട് തങ്ങൾ ഈ സ്വഹാബിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, 1 ദിർഹം കൊണ്ട് ഫുഡ് വാങ്ങിയിട്ട് നീയും നിൻ്റെ കുടുംബവും കഴിക്കുക. 1 ദിർഹം കൊണ്ട് കോടാലി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ വാങ്ങിയിട്ട് വന്ന് തങ്ങളുടെ ഒരു ഇടപെടൽ നോക്കണം. മെഹ്റാബിൽ ഇരുന്ന് ചൊല്ലലല്ല അവിടുത്തെ പരിപാടി. കൊണ്ടൂർ ഉസ്താദ് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. തങ്ങൾ തന്നെ ഒരു പിടിയെടുത്തിട്ട് മരം എടുത്തിട്ട് ഫിറ്റാക്കി കൊടുത്തിട്ട് പറഞ്ഞു, 15 ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടോ എനിക്ക് പോ. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് വിറകൊക്കെ ശേഖരിച്ച് വന്നു. എത്ര ദിർഹം കിട്ടി? 15. ചിരിയോക്ക് എടപ്പൊന്നെ, ഇങ്ങനെ സ്വന്തം കാലിൽ നിൽക്കലല്ലേ ഗൾഫിൽ പിരിവിന് പോയിട്ട് മേലെ ഇന്റർലോക്ക് ഇടാൻ പിരിവെടുത്തുന്നതിനേക്കാൾ നല്ലത്. അതല്ല നല്ലത്. എത്തടപ്പൊക്കെ സ്വന്തം കാലിൽ നിന്നൂടെ പൊന്നെ? അതല്ല അതിൻ്റെ ഒരു അസ്തിത്വം. കണ്ടോ, ഇതാ നമ്മളെ നേതാവിൻ്റെ നിലപാട്. സോഷ്യൽ ആക്ടിവിസം. വിഷയത്തിലേക്ക് വരാം. 3. വഖാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ തഖൂലു, ആയിഷ ബീവി പറയത്രേ, കുന്തു ഇദാ ഹവൈതു ശൈഅൻ തബഅനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാലും എൻ്റെ വേഗി തന്നെ തങ്ങൾ വരും. ഒരു ഗ്ലാസ് ആടിൻ്റെ പാല് കുടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ഞാൻ കുടിക്കുന്ന ഇങ്ങനെ നോക്കി നോക്കും. ഞാൻ കുടിച്ച സ്ഥലത്ത് നിന്ന് ഗ്ലാസ് വാങ്ങും. ഞാൻ ചുണ്ട് വെച്ച സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങൾ ഇങ്ങനെ ഗ്ലാസ് കറക്കും. എന്നിട്ട് ഞാൻ ചുണ്ട് വെച്ച സ്ഥലത്ത് തന്നെ എന്നെ നോക്കിയിട്ട് കുടിക്കും. കണ്ണിന്ന് വെള്ളം കൊണ്ടുപോവേ ആ സ്നേഹത്തിൻ്റെ മുന്നിലും. പിന്നെയും തീർന്നിട്ടില്ല. ആയിഷ ബീവി പറയാം, ഞാൻ ഇനി ഒരു മാംസ കഷ്ണം എടുത്തിട്ട് കടിച്ചാൽ തങ്ങൾക്ക് അകന്നെ എടുത്തിട്ട് എൻ്റെ 4 പല്ലുള്ള അടയാളം വെച്ചെടുത്ത് എന്നെ കടിക്കണം. ഇനി ഞാൻ ഈ തിന്നലും കുടിക്കലൊക്കെ നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നാലോ, എന്നെ ചാരി ഇരുന്നിട്ട് എന്നെ തങ്ങൾക്ക് ഖുർആൻ ഓതണം. എന്താ ജീവിതമല്ലേ? യെസ്. രാത്രി എന്നോട് സംസാരിക്കാനായിട്ട് തങ്ങൾ സമയം കണ്ടെത്തും. പിന്നെ നമുക്ക് റസൂലിനേക്കാൾ തിരക്കായോണ്ട് ചിലപ്പോൾ നടന്നോളുന്നില്ല. നെക്സ്റ്റ്, വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസരിബു ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ ബനാത്തുൽ അൻസാരി യൽഅബ്ന മഅഹാ. ആയിഷ ബീവി ചെറുതല്ലേ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അൻസാരിയത്തായ പെൺകുട്ടികളൊക്കെ വിളിച്ചിട്ട് പറയും, ആയിഷ വീട്ടിൽ ഒറ്റക്കാണ്, നിങ്ങളൊക്കെ ഒന്ന് കൂടെ പോയിട്ട് ഒന്ന് കളിച്ചാൽ സന്തോഷമല്ലേ, പാവല്ലേ.
ഒരു മനുഷ്യനെ ഈ വീട്ടിൽ കയറ്റി പോയില്ലെങ്കിൽ ബന്ധു വീട്ടിലോ വേറെ എവിടെങ്കിലും പോയി ഈ പുപ്പുലിയൊക്കെ ഒന്ന് നിർത്തണം. സത്യത്തിൽ ഞാൻ വരുന്നുണ്ടായില്ലേക്ക്. നെക്സ്റ്റ്, وكان صلى الله عليه وسلم يريها الحبشة وهم يلعبون في المسجد وهي متكئة على منكبه. ഹബശക്കാരായ ആൾക്കാർ ചില കളികളൊക്കെ കളിച്ചോണ്ടിരിക്കുമ്പോൾ ആയിഷ ബീവിക്ക് ആ കളി കാണിച്ചു കൊടുക്കും. നബി തങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ ഷോൾഡറിൽ ആയിഷ ബീവി ഇങ്ങനെ താടി കുത്തിയിട്ട് ഇങ്ങനെ നോക്കും. ആയിഷ റസൂലുള്ളാഹിക്കും മതിയാ ഇങ്ങനെ ചോദിക്കുന്ന പ്രയോഗം തന്നെ ഞാൻ തിർമുദീൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വായിക്കാം. അമാശബീത്തി വയറ് നിറഞ്ഞാൽ മതിയാ. ഫജഅൽതു അഖൂലു, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആയിഷ ബീവി പറയാ ലാ പോരാ എനിക്ക് കുറച്ചും കൂടി കാണും പ്ലീസ്, ലാസ്റ്റ് ഒരു കഥ പ്ലീസ്, വാങ്ങിക്കൊടുക്കാനായിട്ടില്ല ഉപ്പ, അങ്ങനെയൊക്കെ പറയല്ലേ ചിലപ്പോൾ. അങ്ങനെയല്ല, വയറ് നിറയുന്ന തീരുന്നവരെ കാണിച്ചു കൊടുക്കും. നെക്സ്റ്റ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സബഖഹ. ഒരിക്കൽ ആയിഷ ബീവിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആയിഷ ബീവിനോട് തങ്ങൾ ചോദിച്ചു ഒരോട്ടം മത്സരം നടത്തിയാലോ. ഗസാലി ഇമാം ഇവിടെ എഴുതുമ്പോൾ സ്റ്റക്കാകുന്നുണ്ട്. ഗസാലി ഇമാം പറയുന്നത് ഇതെന്ത് നേതാവാ നോക്കിയേ, ഭാര്യയായിട്ട് ഓട്ടം മത്സരം. നമ്മ ഓട്ടം മത്സരം ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യനായി കൊടുത്താൽ മതി. ആയിഷ ബീവി അന്ന് ജയിച്ചു. സുമ്മ സാബഖഹ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി നല്ല ഈത്തപ്പഴവും കക്കിരിയൊക്കെ തിന്നിട്ട് തടിച്ചിട്ട് ഉമ്മ അങ്ങനെ സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് തടിച്ചു. ഇറച്ചൊക്കെ ഇങ്ങനെ വെറുത്ത് വന്നു. ആയിഷ ബീവിനോട് ചോദിച്ച് ഒന്നുകൂടി മത്സരം നടത്തിയാലോ? മത്സരം നടത്താം. ആയിഷ ബീവി പഴയ ഓർമ്മയിൽ വേഗം മടക്കമ്മേച്ച ഏറ്റെടുത്തു. അപ്പോൾ സുമ്മ സാബഖഹ ബഅദ ദാലിക ഫസബഖഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ചു. അപ്പോൾ ആയിഷ ബീവിക്ക് വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഹാദിഹി ബിതിൽക, ചിരിച്ചുകൊണ്ട്. ഇപ്പം സ്കോർ ബോർഡ് 1-1 എന്ന് പറഞ്ഞാൽ മോൾക്ക് 0 നമ്മ 1-1 ഉള്ളത്. ഇത് അന്നത്തെ പകരമാണ് കേട്ടോ, ചിരിച്ചോണ്ടാ പറയണത്. അവിടെ വിശദീകരണത്തിൽ കാണാം മുത്തയ്യിബൻ ലിഖാതിരിഹ, ആയിഷ ബീവിയുടെ മനസ്സ് സമാധാനമാണോ, മോള് തോറ്റിട്ടില്ല, മോള് പണ്ട് ജയിച്ചതാണ് എന്നാണ് പറയുന്നത്. എന്താണ് അവിടുത്തെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് നിങ്ങൾ ആലോചിക്കുക. ഇപ്പല്ലേ ചില ടീച്ചർമാരെല്ലാം LKG പിള്ളേർക്ക് ഇവിടെ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കലും മറ്റേ കോപ്പീൻ്റെ ബുക്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കലൊക്കെ വന്നതിന് മുത്തനബി പണ്ടേ അനുയായികൾ അസ്ഹാബി കന്നുജൂം, എൻ്റെ അനുയായികൾ തന്നെ ഫുള്ള് സ്റ്റാറാന്ന് പറഞ്ഞു. സ്റ്റാർ ഒട്ടിക്കലല്ല, ഫുൾ സ്റ്റാറാ. നെക്സ്റ്റ്, അനസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. വിവിധ റിപ്പോർട്ടുകളിലൂടെ ഈ സംഭവം വന്നിട്ടുണ്ട് എന്നത് ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട്, അനസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആൾക്കാരും ഉണ്ട്. ആ സമയത്ത് ഉമ്മു സലമ ബീവി ഒരു തളികയിൽ ഫുഡ് ഖാദിമിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ആയിഷ ബീവി ആണെങ്കിൽ വേഗം ഫുഡാക്കിയിട്ട് എന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഫുഡ് തന്നെ കഴിക്കണം എന്നൊരു വാശി, താല്പര്യം, സ്നേഹം ഉണ്ട്. അത് കൊണ്ടുവരുമ്പോഴേക്കാണ് ഇവിടെ ഫുഡ് കൊണ്ടുവന്നിട്ട് കാണുന്നത്. ആയിഷ ബീവി അത് തട്ടി ആ പാത്രം നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തു. അവിടെ 2 നിലപാടാണ് തങ്ങൾ എടുത്തത്. ഒന്ന്, ഈ കൊണ്ടുവന്ന അടിമച്ചക്കനോട് പറഞ്ഞു ഗാറത്ത് ഉമ്മുക്കും, ഉമ്മ കുറച്ച് ചൂടിലാന്ന്, മോൻ ഇടപെടണ്ടാണ്. അവിടെ ഉമ്മുക്കും എന്ന് പ്രയോഗിക്കാനുള്ള കാരണം പിന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാന്ന് മറക്കണ്ട കേടാ, ഇടപെടണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളൂ, ഉമ്മ കുറച്ച് ചൂടിലാണ്. റസൂല നിലത്തിരുന്നു. എന്നിട്ട് ആ പൊട്ടിയ പാത്രമൊക്കെ പൊറുക്കിയെടുത്തു. ഏത് നബി? ഏഴാനാകാശത്തിൻ്റെ അപ്പുറവും പോയി ലോകം മുഴുവനും കണ്ട നേതാവ് ഭാര്യ പൊട്ടിച്ച പാത്രം നിലത്തിട്ട് പൊറുക്കിയെടുത്തു. എങ്ങനെ ആരെയാ നമുക്ക് കിട്ടുക? ഈ നേതാവിനെ അല്ലാതെ പിന്നെ ആരെയും നമ്മൾ സ്നേഹിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 10 വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗളിബത് ആയിഷത്തു, ആയിഷ ബീവിക്ക് എന്തെങ്കിലും ദേഷ്യം, ടെൻഷൻ, പ്രയാസം വന്നാൽ ഉടനെ നബി തങ്ങൾ ചെയ്യല് മൂക്ക് പിടിക്കും ആയിഷ ബീവിൻ്റെ. എന്നിട്ട് വിളിക്കും യാ ഉവൈസ്, കുഞ്ഞായിഷ ദേഷ്യം തീർന്നാ? അങ്ങനെ ചോദിച്ച് സമാധാനിപ്പിക്കും. ഇനി ഭാര്യമാർക്ക് എന്ത് വിഷമം വന്നാലും, എന്തെങ്കിലും വിഷമം വന്നാൽ ഉടനെ സോൾവ് ചെയ്യും. ഒരു ദിവസം യാത്രക്കിടയിൽ സോഫിയ ബീവിയുടെ ഒട്ടകം കുറച്ച് സ്ലോ ആയി. പെണ്ണുങ്ങളല്ലേ, വേഗം കരച്ചിൽ വരും അവർക്ക്. പെണ്ണുങ്ങൾ ഇങ്ങനെ കരയുണ്ടായി. സോഫിയ ബീവി റസൂല പോയിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ തുടച്ചെടുത്ത്, എന്താ സോഫിയ, അയ്യേ കരയണ പോലെ കരയാ. പിന്നെയും കരഞ്ഞു, എൻ്റെ ഒട്ടകം മാത്രം സ്ലോ എന്ന് പറഞ്ഞു.
അവിടുത്തെ റിദാ ഈ തട്ടെടുത്തിട്ട് പിന്നെയും തോർത്തി കൊടുത്തു. എന്താ നമ്മൾ ആലോചിച്ചു. ശരിക്കും റസൂൽ ഓരോ യാത്ര പോകുന്നതിന് മുമ്പും നെറുക്കിടും. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ കളി ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കളി ഇല്ലെങ്കിൽ ഖബറിൽ ശിക്ഷയൊന്നുമില്ല, പേടിക്കാൻ വേണ്ട. ഒരു ഉദാഹരണം പറയുന്നതാണ്. കള്ളൻ, പോലീസ്, പട്ടാളം എന്നാൽ മറ്റൊരു പേപ്പർ ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, നല്ല തന്നെ ഉദാഹരണം എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ നബി തങ്ങൾ ആ യാത്ര പോകുന്നതിന് മുമ്പ് ആയിഷ, ഹഫ്സ, സൗദ, മൈമൂന, റംല എന്നിങ്ങനെ നെറുക്കിടും. ഖരിയ ബൈനഹുന്ന. അടുത്ത 8-ാം തീയതി യർമൂക്കിലേക്കൊരു പോരാട്ടത്തിന് പോകേണ്ടി വന്നോളി. ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഒരു യാത്രയിൽ കൂട്ടിയതാ. അങ്ങനെ ഓരോ യാത്രയിലും കൂട്ടും. നമ്മളിങ്ങനെ ഈ ചരിത്രം കേട്ടിട്ടും നമ്മളെ ഭാര്യനെ ഇത് യൂട്യൂബിൽ നിന്നോ മറ്റോ കേട്ടിട്ട് ഭാര്യ പറഞ്ഞ് കണ്ട ഉസ്താദ് പറയുന്നത് ഇടക്കിടക്ക് നമ്മളെല്ലാം കൂട്ടണം. അങ്ങനെ കൂട്ടിയിട്ട് തിരൂരോ പരപ്പനങ്ങാടിയോ എത്തിയേരും ആ ഭാര്യ കാർന്ന് ഒന്ന് ഛർദിക്കണം എന്നായിട്ട് പറഞ്ഞാൽ നമ്മളെന്താ പറയല്? ആൻസമാന്റെ പ്രഭാഷണം കേട്ടിട്ടല്ലേ അനുഭവിക്കുക. നല്ല മനുഷ്യന്മാരാണ്. ഇനി എന്തെങ്കിലും ഹദിയ കൊണ്ടുവന്നാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന പരിപാടി ഇദ്ഹബു ബിഹാ ഇലാ ബൈത്തി ഫുലാന, ഇന്ന ആളുടെ വീട്ടിലേക്ക് അത് കൊടുക്കുന്നു. ഫഇന്നഹാ കാനത്ത് സ്വദീഖത്തൻ ലി ഖദീജ, എൻ്റെ വഫാത്തായി പോയ ഖദീജന്റെ കൂട്ടുകാരിയാണ് അവർ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് മാത്രം സ്നേഹം കാണിക്കലല്ല എന്നർത്ഥം. ഹാഫ് ബെറ്റർ സ്റ്റാറ്റസിലല്ല, ഹൃദയത്തിലാണ്. എത്ര കാലം മുമ്പ് വഫാത്തായാളാ. ഇന്നഹാ കാനത്ത് തുഹിബ്ബു ഖദീജ, ഖദീജ ബീവിനോട് വലിയ ഇഷ്ടമാണ് ആ പെണ്ണുങ്ങൾക്ക്. അതുകൊണ്ട് ആ പെണ്ണുങ്ങളെ നമ്മൾ പരിഗണിക്കണമല്ലോ. ഖദീജക്ക് അതൊരു ഇഷ്ടമാവുമല്ലോ, ഖദീജക്ക് അതൊരു സന്തോഷമാവുമല്ലോ, അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. അദബുൽ മുഫ്രദ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അതാണ് ആയിഷ ബീവി പറഞ്ഞത്, ഖദീജ ബീവിനോട് എന്തൊരു സ്നേഹാന്ന് പറയും തങ്ങൾ. ആടിനറക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ആടിന്റെ ഓരോ ഭാഗങ്ങളും ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കും. വഫാത്തായവരുടെ പേരിൽ, മരണപ്പെട്ടവരുടെ പേരിൽ അറവ് നടത്താൻ പാടില്ല എന്ന മുജാഹിദുകാർ പറയല്. ഇത് ബുഖാരിന്റെ ഹദീസാണ്. യദ്ബഹുശാത്ത, നമ്മൾ യദ്ബഹുൽ പോത്ത, അത്രയല്ലേ ഉള്ളൂ. ഇതായിരുന്നു ഹാക്കദാകാന അഹ്വാലുഹു അലൈഹിസ്സലാത്തു വസ്സലാം. ഇതാണ് റസൂലുള്ളാഹിന്റെ ഒരു സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസ്വാജിഹി, അവിടുത്തെ ഭാര്യമാരോട്. ഇമാം ഖസ്സലാനി അൽ മവാഹിബുൽ ലദുനിയ, കശ്ഫുൽ ഗുമ്മ ഇമാം ഷഅറാനി തങ്ങൾ, ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലി, ഈ 3 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇതുവരെ വായിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വീട്ടിൽ മക്കളോടൊക്കെയുള്ള ഏരിയ വളരെ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 63 വയസ്സിനിടയിൽ ഒരു ഭാര്യയും ഒരു മക്കളെയും അടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ മക്കളെ ഭാര്യ അടിക്കുകയാണെങ്കിൽ, ഭാര്യ അടിച്ചാൽ പ്രത്യേകിച്ച് ആ സർട്ടിഫിക്കറ്റ് പോയി. ഏത്? റസൂലുള്ളാഹി അടിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇനി കിട്ടൂല. മദീന യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്താലും ആ സർട്ടിഫിക്കറ്റ് ഇനി കിട്ടൂല. ഭാര്യയെ തല്ലരുത്, ചൂടാവരുത്, അവരല്ല സ്നേഹിക്കണം. അങ്ങനെയാണ് തങ്ങൾ എപ്പോഴും വസിയത്തേൽ ഇത് തങ്ങളെ പെണ്ണുങ്ങളെ കാര്യം ഭാര്യമാരോട് സ്നേഹം കാണിക്കണം. അവിടുന്ന് എപ്പോഴും അത് ഉപദേശിക്കും. ഇപ്പൊ ചിലരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനൊക്കെ വീട്ടിൽ കയറിയാൽ ഉസ്താദെ പിള്ളേരൊന്നും പിന്നെ മിണ്ടൂലോ അല്ല, അങ്ങനെ പറയാറുണ്ട് ചിലര്. മൂട്ട് വറകുന്നു. അതൊരു പെരുമ്പാമ്പ് വീട്ടിൽ കയറിയാലും അങ്ങനെ തന്നെ അല്ലേ? ചേര കയറി തന്നെ മതി, വിഷമൊന്നും ഇല്ലാതെ ചേര കയറിയാൽ തന്നെ ആരും ഉണ്ടല്ലോ. വക്കാന അബൂ ഹാസിം റഹിമഹുല്ലാ മഹാൻ പറയാ, ഇന്ന മിൻ സൂഇ ഖുലുഖിർ റജുലി, ഒരു മനുഷ്യന്റെ സ്വഭാവം വളരെ മോശമാണ് എന്നുള്ളതിന്റെ അടയാളമാണ് അയദ്ഖുല അലാ അഹ്ലിഹി, അയാൾ കുടുംബത്തിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നു. വഹും ഫീ സുറൂർ, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് ആർമാദിച്ച് ജീവിക്കുമ്പോഴാണ് ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ് വരുന്നത്. യൽഹഖൂൻ, എല്ലാവരും ചിരിച്ച് നിൽക്കുമ്പോഴാണ് ഇയാൾ വരുന്നത്. അപ്പോൾ ഫയതഫറഖൂന ഖൗഫൻ മിൻഹു, ഉപ്പ വരുന്നത് അവർ പേടിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇയാളെ സ്വഭാവം വളരെ മോശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പഠിച്ച മഹാന്മാര് മഹബത്ത് വെച്ചത് എങ്ങനെ? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീട്ടിൽ ഇങ്ങനെ മലർന്ന് കിടക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗവർണർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പോയി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ണും പൂട്ടിയിട്ട് വയറ്റിന്റെ മേലെ കുട്ടികളിങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികളോട് ഇയാൾ പറഞ്ഞു, എന്താണ് ഇത്, ഖലീഫ ഉമറല്ലേ?
ഉമർ റളിയല്ലാഹു അൻഹു കണ്ണ് തുറന്നു. നീ എന്താടാ കുട്ടികളോട് ഇങ്ങനെ, ഇങ്ങോട്ട് വന്നേ. ആളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കുട്ടികളോട് തന്നെ കരുണ ഇല്ലാത്ത ആളാണ്, എന്നിട്ടല്ലേ പിന്നെ നാട്ടുകാരോട് കരുണ? യു ആർ ഡിസ്മിസ്ഡ്, വിട്ടോളി. നീ വിട്ടോളി, വിട്ടോ, നിന്നെ ഇനി പറ്റൂല. കട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിത്തട്ടിൽ 6 കുട്ടികൾ മൂത്രമൊഴിച്ചു. ഒന്നും സ്വന്തം മക്കളും അല്ല, 6 കുട്ടികൾ. ഹസൻ തങ്ങൾ ഒരിക്കൽ നെഞ്ചിൻ്റെ മേലെ മൂത്രമൊഴിച്ചപ്പോൾ ഫാത്തിമ ബീവി ഉപ്പാപ്പര എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ഒരു അടി കൊടുത്തു. അന്നേരം തങ്ങൾ ഔജെത്തിബിനി, എൻ്റെ മോനെ വേദനിപ്പിച്ച് അതൊന്നും വെള്ളം കൊടുക്കാൻ പോവില്ല. കണ്ട സുലാക്ക് കുട്ടികൾ കരിയാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. നമ്മളോ കരി, അതിൻ്റെ ഭാഷയ്ക്ക് കരിയട്ടെ, നാളെ മന്ത്രിക്കാനും കൊണ്ട് പോലെ അല്ലേ. സുലൊക്കെ കരച്ചിൽ താങ്ങാനാവില്ല. തങ്ങൾ തന്നെ പറയുന്നുണ്ട്, വലിയ സൂറത്തൊക്കെ ഓതിയിട്ട് നിസ്കരിക്കണം എന്ന് വിചാരിച്ച് കൈകെട്ടിയാൽ ഏതെങ്കിലും ഒരാളുടെ കുട്ടി കരയുന്ന കേട്ടാൽ ഞാൻ വേഗം ചെറിയ സൂറത്ത് ഓതി സലാം കിട്ടും. ഒരു ദിവസം ഞങ്ങളോട് നിസ്കാരം കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നബിയെ സുജൂദ് എത്ര ലോങ്ങാണ്, നമുക്ക് തന്നെ എന്തെല്ലോ തോന്നിപ്പോയല്ലോ, തങ്ങൾക്ക് എന്തോ സംഭവിച്ചു പോയോ, അല്ല വഹിയാറ്റ് ഇറങ്ങിന? ഇല്ല, അത് ഉമ്മാമത്തുണ്ടല്ലോ, ഉമ്മാമ ബീവി, സൈനബ് ബീവിയുടെ മോള്, അത് എൻ്റെ ദേഹത്തിന് ഇവിടെ കയറിയിട്ട് കളിക്കുന്നുണ്ടായി. കളിച്ച് തീരട്ടെ എന്ന് വെച്ചിട്ട് സുജൂദ് കുറച്ച് ലോങ് ആക്കിയതാണ്. കുട്ടിക്ക് വേണ്ടി സുജൂദ് ലോങ്, കുട്ടിക്ക് വേണ്ടി നിസ്കാരം ഷോർട്ടും. മൗലിദിൻ്റെ സദസ്സിൽ ഒരു കുട്ടി ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ തന്നെ നമ്മളെ ഗളബളകും. എന്താ മഹബത്തല്ലേ അല്ലേ? ഭാര്യമാരോടും കുട്ടികളോടൊക്കെ നല്ല സ്വഭാവമാവുക, അതാണ് അവിടുത്തോടുള്ള മഹബത്തിൻ്റെ അടയാളം. ഷെഹറാൻ ഇമാം പറയുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യക്ക് അസുഖമായപ്പോൾ കുറേ കാലം കിടത്തത്തിലായപ്പോൾ ഓൾക്ക് സ്വന്തമായിട്ട് കാഷ്ടിക്കാനും മൂത്രയ്ക്കാനും കഴിയാത്തപ്പോൾ ഞാൻ ഈ 2 കൈ കൊണ്ട് അവൾക്ക് വൃത്തിയാക്കി കൊടുത്തത്. 300 കിതാബ് എഴുതിയ മഹാന പറയണത്. കുട്ടി കാഷ്ടിച്ച പമ്പേഴ്സ് ബാത്റൂമിൻ്റെ ഫ്ലഷിൻ്റെ മേലെ കണ്ടാൽ തന്നെ ചൂടാകുന്നവരോടാ ഈ സംസാരം. ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്ത് അവിടെ വെക്കരുത്, എന്ത് പമ്പേഴ്സ് അതെന്താ സാധനം, അതിൻ്റെ ഉള്ളിൽ എന്നാ കാഷ്ടം, ആരുടെ കുട്ടീൻ്റെ ഷെഹറാനിമാമ തുടരുന്നുണ്ട്. പിന്നെ ഭാര്യയ്ക്ക് കുറേ കാലം അസുഖമായപ്പോൾ എനിക്ക് തോന്നി വേറെ പെണ്ണിനെ കെട്ടിയാലോ, എനിക്കും ശരീര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം ഓൾക്കിപ്പോൾ ശരീരത്തിന് അസുഖമുണ്ട്, ഞാൻ വേറെ ഒന്ന് കെട്ടിയ പെണ്ണിൻ്റെ മനസ്സും തളർന്നു, വേണ്ട. പിന്നെ 3-മത്തത്, പാതിരാക്ക് കുട്ടി എഴുന്നേറ്റാൽ ആ കുട്ടീനെ എടുത്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളിപ്പിക്കും. ചിലപ്പോൾ സുബി വരെയൊക്കെ കളിപ്പിക്കും. എന്തിന്? എൻ്റെ ഭാര്യ ശരിക്കും ഉറങ്ങിക്കോട്ടെ, എൻ്റെ ഭാര്യ ശരിക്കും ഉറങ്ങിക്കോട്ടെ. എന്താ വാക്കല്ലേ. 57 കൊല്ലം ഞാനും ഭാര്യയും തമ്മിൽ ഇന്നേ വരെ സുഖാസ്വാദനത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഞാൻ ഒരാളോട് പോലും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ഷെഹറാൻ ഇമാമിനോട് സ്വന്തം ഉസ്താദ് അലിയുൽ ഖവാസങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഈ ശിഷ്യൻ ഇങ്ങനെ ആവേണ്ടക്കല്? നമുക്ക് നല്ല മനുഷ്യനാവാം. അസ്സലാമു അലൈക്കും.